ഷിയാക്കളെ ഉപയോഗിച്ചു. പെരുന്നാളിന്റെ ദിവസത്തിലാണ് തൂക്കിക്കൊല്ലുന്നത്. മുസ്ലിം ലോകം വലിയ പെരുന്നാൾ തൂക്കിക്കൊല്ലാൻ സമയം വേറെയില്ലല്ലോ. റമദാനിലാണ് ഇറാൻ യുദ്ധം തുടങ്ങുന്നത്. എന്തിനാണെന്നറിയാൻ പോലും ഇപ്പോഴും ജൂത നസാറാക്കൾക്ക് വക്കാലത്ത് പറയുന്നവരുണ്ട് ഈ സമുദായത്തിൽ. എന്തിനാണ്? പ്രകോപിപ്പിക്കാൻ. റമദാൻ തന്നെ വേണോ ഒരു യുദ്ധത്തിന് തിരഞ്ഞെടുക്കാൻ? പെരുന്നാൾ തന്നെ വേണോ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ തൂക്കിക്കൊല്ലാൻ? എന്തിനാണത്? പ്രകോപിപ്പിക്കാൻ. അതുകൊണ്ട് ഇവരെ ഒന്നും ഉറ്റമിത്രങ്ങളാക്കരുതേ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ആക്കുന്നവരാരോ വൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഒന്നുമല്ലവൻ. അങ്ങനെ കൂടി പറയുന്നുണ്ട് സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു. ഇത് വല്ല ഓർക്കുന്നുണ്ടോ ഈ സമുദായം? എന്ത് സംസ്കരണമാണ് നമുക്ക് എന്നാലോചിക്കണം. ശത്രുവിന്റെ മുമ്പിൽ അരമന കയറി നിരങ്ങി ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവർ, ശത്രുവോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഷിയ അതുപോലെ തന്നെ സുന്നി അനൈക്യം പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്നവർ. ഇപ്പോഴും നമുക്ക് ഇറാനിലെ പരമോന്നത നേതാവിനെ കൊല്ലപ്പെട്ടു. സത്യത്തിൽ ആശയപരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറയാം. ഒരു നിലയ്ക്കും ആശയപരമായ മനുഷ്യനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് ലോകം ഇസ്ലാമിക സമൂഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന മാനദണ്ഡത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണണം. ബിദ്അത്തുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ യഹൂദി നസാറാക്കൾ ഒരിക്കലും ഉറ്റമിത്രമാക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ആഘോഷിക്കുന്നവർ ഏത് ഇസ്ലാമിലാണെന്ന് എനിക്കറിയില്ല. ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ, അല്ലാഹുമായി ഒരു ബന്ധത്തിലുമല്ല അവർ.